മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം വൈകുന്നതടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി വയനാട് കലക്ടറേറ്റിന് മുന്നിൽ ജനകീയ സമിതിയുടെ പ്രതിഷേധം. അതിനിടെ ദുരന്തബാധിതർക്ക് 5 സെന്റ് ഭൂമിയിൽ കൂടുതൽ ലഭ്യമാക്കാനുള്ള സർക്കാർ നീക്കം തുടങ്ങിയിട്ടുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകാനുണ്ട് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, സമര കോലാഹലമാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം ദുരന്തബാധിതർ സമരരംഗത്തുണ്ട്. UDF അവർക്ക് പിന്തുണ അറിയിച്ച് സമരം നടത്തുന്നു. ഡൽഹിയിലാകട്ടെ കേന്ദ്ര സർക്കാരിനെതിരെ LDFന്റെ സമരം നടക്കുകയാണ്. പക്ഷേ ദുരന്തബാധിതരുടെ പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനം 7 മാസമായിട്ടും അവരുടെ കാര്യങ്ങളിൽ ഒരു തീർപ്പുണ്ടാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നതാണല്ലോ. എന്താണ്, ഏത് നിലയ്ക്കാണ് ഈ സമരം മുന്നോട്ട് പോകുന്നത്? സർക്കാർ ഈ സമരത്തിന് അല്ലെങ്കിൽ സമരരംഗത്തുള്ളവർക്ക് എന്ത് മറുപടിയാണ് സർക്കാരിന് നൽകാനുള്ളത്? ഗോപി, എന്തായാലും സമരം ഇന്ന് രാവിലെ മുതൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇത് ജനകീയ സമിതിയുടെ സമരമാണ്. ജനകീയ സമിതി എന്ന് പറയുന്നത് ദുരന്തബാധിതരുടെ ജനകീയ സമിതി, 3 വാർഡുകളും കേന്ദ്രീകരിച്ചുള്ള ജനകീയ സമിതിയുടെ സമരമാണ് ഇവിടെ നടക്കുന്നത്. ഉപവാസമാണ് ഇന്ന് കളക്ടറേറ്റിന് മുന്നിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. ദുരന്തബാധിതരായ ആളുകൾ ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും ദുരന്തബാധിതരായിട്ടുള്ള ആളുകൾ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തുന്നു. അതിൽ വിവിധ വിഷയങ്ങൾ അവർ ഉയർത്തുന്നുണ്ട്. അതിൽ 5 സെന്റിൽ വീട് നിർമ്മിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക, ദുരന്തബാധിതരുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അവഗണന അവസാനിപ്പിക്കുക, 2 ടൗൺഷിപ്പും നിർബന്ധമായി നടപ്പാക്കുക തുടങ്ങി അത്തരത്തിൽ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരസ്യ പ്രതിഷേധത്തിലേക്ക് ഇത്തരത്തിൽ ദുരന്തബാധിതർ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്നലെ ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ഇന്നലെ സമരം നടന്നിരുന്നു. ആ സമരത്തിന്റെ തുടർച്ച എന്നുള്ള തരത്തിൽ തന്നെയാണ് ഈ സമരത്തെയും കാണേണ്ടത്. ഇതിനിടയിൽ പലതരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ട്. അതായത് ഈ പുനരധിവാസ നടപടികൾ എലക്ഷൻ എസ്റ്റേറ്റിലേക്ക് മാത്രമായി ചുരുക്കാനുള്ള ഒരു ശ്രമം അത് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൂടുതൽ ഭൂമി ലഭ്യമാക്കും എന്നുള്ളത് മന്ത്രി തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അത് എലക്ഷൻ എസ്റ്റേറ്റിൽ പുനരധിവാസ ഘട്ടത്തിൽ കൂടുതൽ ഭൂമി ലഭ്യമാക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് സർക്കാർ ആ തരത്തിലേക്ക് ചർച്ചകൾ നടത്തുന്നുമുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം, അമർഷം അത് പുകയുന്ന ഒരു സാഹചര്യമുണ്ട് ദുരന്തബാധിതരെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും സമരം ഇവിടെ തുടരുന്ന ഒരു സാഹചര്യം. ഇതിൻ്റെ ഭാരവാഹികളോട് തന്നെ നമുക്ക് ഈ വിഷയങ്ങളെക്കുറിച്ച് ആരായാം. ഇങ്ങനെ ഒരു സമരത്തിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യത്തെക്കുറിച്ചൊന്ന് പറയാം. നമുക്കറിയാം, ദുരന്തം നടന്ന് 7 മാസത്തോളം ആയല്ലോ. 7 മാസത്തോളം നമ്മൾ ഒതുങ്ങി നിന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഉറപ്പാണ്. സർക്കാർ ഒരു ഉറപ്പ് തന്നിരുന്നു. പക്ഷെ ആ ഉറപ്പിൽ നിന്ന് പതിയെ സർക്കാർ ബാക്കോട്ട് പോകുന്ന അവസരം കാണാൻ കഴിയുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ലിസ്റ്റ് ഇറങ്ങിയത് തന്നെ ജനകീയ സമിതി ഒരു ലിസ്റ്റ് തയ്യാറാക്കി. ഏകദേശം 500 ചില്ലറ ആളുകളോളം ലിസ്റ്റുകൾ പൂർണ്ണമായിട്ടും വീട് നഷ്ടപ്പെട്ട ആളുകളെയും അതുപോലെ തന്നെ ഇതുമായിട്ട് എഫക്റ്റഡ് ആയിട്ടുള്ള കുടുംബങ്ങളുടെയും ലിസ്റ്റ് ജനകീയ സമിതി തയ്യാറാക്കി സർക്കാരിന് കൊടുത്തിരുന്നു. ആ ലിസ്റ്റ് സർക്കാർ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ സമരത്തിൻ്റെ ആവശ്യം ഉണ്ടാകുന്നില്ല. പടവട്ടി ഉൾപ്പെടെയുള്ള ആളുകളുടെ ലിസ്റ്റ് നമ്മൾ കൊടുത്തതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, അന്ന് ഞങ്ങൾക്ക് തന്ന ഉറപ്പ് 2 എസ്റ്റേറ്റുകൾ ഏറ്റെടുക്കുമെന്നുള്ളതായിരുന്നു. 10 സെന്റ് ഭൂമിയും 1000 സ്ക്വയർ ഫീറ്റ് വീടും. അതിൽ നിന്ന് സർക്കാർ ബാക്കോട്ട് പോയി എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും അത് സർക്കാർ തിരുത്തണം. നെടുമ്പാല എസ്റ്റേറ്റ് ഏറ്റെടുത്ത് പുനരധിവാസം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് സൂചന മാത്രമാണ് ഈ സമരം. ഇതുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടില്ല എന്നെങ്കിൽ വിപുലമായിട്ടുള്ള സമരങ്ങളുമായിട്ട് ജനകീയ സമിതി മുന്നോട്ട് പോകും. എന്തായാലും വിപുലമായ സമരത്തിലേക്ക് തന്നെ മുന്നോട്ട് പോകും. ഈ വിഷയങ്ങളിൽ ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും മന്ത്രി 28-ാം തീയതി റവന്യൂ മന്ത്രി വയനാട്ടിലേക്ക് എത്തുന്നു എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നു. സ്വാഭാവികമായും അതിനകത്തൊരു കൃത്യമായ രീതിയിലുള്ള ഒരു തീരുമാനം, അത് അത്തരത്തിൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇവിടെ ഈ ദുരന്തബാധിതരായിട്ടുള്ള ആളുകൾ എല്ലാവരും തന്നെ ഈ സമരത്തിന്റെ ഭാഗമായി പങ്കെടുക്കുന്നതാണ്. നമുക്ക് ദുരന്തബാധിതർ ജനകീയ സമരസമിതി എന്ന സമരസമിതിയായി അവർ പ്രതിഷേധ രംഗത്താണ്. 28-ാം തീയതി റവന്യൂ മന്ത്രി സ്ഥലത്തെത്തും എന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. ഏതായാലും സമരരംഗത്ത് സജീവമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ തീരുമാനം. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്ന്.